ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ഡോനറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഡോനറ്റ് എന്ന് പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് നല്ല എരിവുള്ള ഡോനറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ബീഫ് ഡോനറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി റെസിപ്പിയിലോട്ടേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് പറയാം. ആദ്യം തന്നെ 3 പൊട്ടറ്റോ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ ബീഫ് ഷ്രെഡ് ചെയ്തിട്ടിടുക. പിന്നെ ഒരു ചെറിയൊരു പീസ് ക്യാരറ്റ്, പിന്നെ ഒരു 3 പച്ചമുളക്, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഒരിഗാനോ, പിന്നെ പെരി പെരിയുടെ സീസണിങ്ങും. വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പും ഇട്ടിന് കേട്ടോ. കുറച്ച് ഉപ്പും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് ചീസ്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കയ്യിൽ നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട്ലറ്റൊക്കെ ആക്കുന്നില്ലേ, അതേപോലെ കയ്യിലൊന്ന് പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം ഒരു ഫിംഗർ എടുത്തിട്ട് അതിലേക്കൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. 2 സൈഡും ആക്കിയിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഡോനറ്റ് ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ ഓരോ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഡോനട്ട്സൊക്കെ തയ്യാറാക്കിയിട്ട് അവിടെ വെക്കാം. എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല അല്ലേ. മിക്കവാറും നമ്മൾ മടിയന്മാർ തന്നെയായിരിക്കും. ഇപ്പം വരുന്ന മോസ്റ്റ് ഓഫ് ദി ആൾക്കാരൊക്കെ മടിയന്മാർ തന്നെയായിരിക്കും. എത്ര പെട്ടെന്ന് എത്ര എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സും അതേപോലെ എത്രയും പെട്ടെന്ന് പണികളൊക്കെ എങ്ങനെ തീർക്കാമെന്നുള്ള കാര്യമല്ലേ നമ്മൾ നോക്കുക അല്ലേ. എത്രയും കുറച്ച് പാത്രങ്ങൾ എടുത്ത് പിന്നെ ചെറിയ പണിയിൽ എങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നീങ്ങാം, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പം അതിന് പറ്റിയവർക്കൊക്കെ പറ്റിയൊരു സ്നാക്സാണ്. പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ഡോനട്ട്സൊക്കെ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഒട്ടും ഓയിലി അല്ല കേട്ടോ, ഓയിലൊന്നും കുടിക്കുന്നില്ല. അതേപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ. ഇതിന് ഡിപ്പായിട്ട് ഞാൻ എടുത്തത് മയോണീസും പിന്നെ ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പും കൂടിയാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്, നല്ല പീച്ച് ഷെയ്ഡ് ഡിപ്പാണ് ഇതിനെടുത്തത്. നല്ല കോമ്പിനേഷനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് സോസിനെക്കാട്ടിയും ഇതിൻ്റെ കുറച്ചും കൂടി മാച്ചായിട്ട് തോന്നുന്നത് എനിക്കിതാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്